ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് പെയിൻ സംബന്ധമായിട്ടുള്ള കുറച്ച് ലിസണിങ്ങിൽ കോമൺലി ചോദിക്കുന്ന വേർഡ്സ് പഠിക്കാം. ഓക്കെ, സോ മെയിൻലി ഇപ്പം പെയിനിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ചോദിക്കുവാണെങ്കിൽ മെയിനായിട്ട് ചോദിക്കുന്ന രണ്ട് ഏരിയയാണ് ഫ്രോണ്ടൽ ഏരിയ, ടെമ്പറൽ ഏരിയ. ഈ രണ്ട് ഏരിയയും എപ്പോഴും ചോദിക്കാറുണ്ട്. വിച്ച് ഏരിയയാണ് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ലിസണിങ്ങിൽ വരുമ്പോൾ പെയിനെ സംബന്ധിച്ച് ഈ രണ്ട് ഏരിയാസ് നമുക്കെപ്പോഴും ഉണ്ട്. ഇനി കോമൺലി പെയിനെ കുറിച്ച് നമ്മുടെ പെയിൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സാണ് ഇന്ന് അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഷാർപ്പ് പെയിൻ. നമ്മൾ കേട്ടിട്ടുള്ള പെയിനാണ്, വേർഡാണ്. എന്നിരുന്നാലും അവർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഷാർപ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഷാർപ്പ് പെയിൻ ആണ് ഫസ്റ്റ് വേർഡ്. SHARP, sharp. First word. Second word, vague pain. VAGUE, vague pain. റീസെൻ്റ് ആയിട്ട് വന്ന എക്സാമിൽ ഈ വാഗ് പെയിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പെയിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ടെങ്കിലും ഈ വാഗ് പെയിൻ മേ ബി നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. അപ്പോൾ കുറേ കുട്ടികൾക്ക് വാഗ് പെയിൻ മിസ്സായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെയിനാണ് വാഗ് പെയിൻ. തേർഡ് വൺ, കോൺസ്റ്റൻറ്റ് പെയിൻ. അത് മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, കോൺസ്റ്റൻറ്റ് പെയിൻ. CONSTANT, കോൺസ്റ്റൻറ്റ് പെയിൻ. കോൺസ്റ്റൻറ്റ് പെയിൻ. കോൺസ്റ്റൻറ്റ് പെയിൻ. ഫോർത്ത് വൺ വന്നിട്ട് അതും പെയിനെ സംബന്ധിച്ചിട്ട് തന്നെയുള്ളതാണ്, സെയിം ആണ്. ഡൾ ഏക്ക്. അതും പെയിൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ പറയുന്ന ഒരു വേർഡാണ് ഡൾ ഏക്ക്. DULL, ഡൾ, ACHE, ഡൾ ഏക്ക്. ഇത് മിക്കവാറും കേൾക്കുമ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷൻ്റെ ഒക്കെ ഒരു ഡിഫറൻസും കൊണ്ട് നമ്മൾ കേൾക്കുന്നത് ഡോൾ എന്നൊക്കെ ആയിരിക്കും ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ അത് ഡൾ ഏക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോമൺലി പറയുന്ന ഒരു 4 പെയിനെ കുറിച്ചുള്ള എങ്ങനെയാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളതും പേഷ്യൻറ്റിൻ്റെ ലാംഗ്വേജിൽ പെയിൻ എന്താണെന്നാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളൊരു 4 വേർഡ്സും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 2 ഏരിയാസും നമ്മൾ പഠിച്ചു, ടെമ്പറൽ ഏരിയ, ഫ്രോണ്ടൽ ഏരിയ. അങ്ങനെ നമ്മൾ ഇന്ന് 6 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ 6 കാര്യങ്ങളും എഴുതി വെക്കണം ബുക്കിനകത്ത്. ലിസണിങ്ങിന് പ്രത്യേകം ഒരു ബുക്ക് ഉണ്ടാവണം, അതിൽ എഴുതി വെക്കണം. നമ്മൾ ആൻസർ ചെയ്യുമ്പോഴാണല്ലോ എ പാർട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ അന്ന് ചെയ്ത ആ 24 വേർഡ്സ് എ പാർട്ടിലെ അതിൽ കിട്ടാതെ പോയ വാക്ക് കൃത്യമായിട്ട് എഴുതിയെടുത്ത് അന്നത്തെ ദിവസം തന്നെ അതിൻ്റെ സ്പെല്ലിംഗ്, പ്രൊനൗൺസിയേഷൻ വീണ്ടും വീണ്ടും അവർ പറയുന്നത് കേൾക്കുക. അതിനുശേഷം അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ള അത് നമ്മൾ മനഃപ്പാഠമാക്കുക. അതിനുശേഷം അതിൻ്റെ സ്പെല്ലിങ്ങും പഠിക്കുക. അന്നത്തെ ദിവസം തന്നെ അത് നിങ്ങൾ എത്ര ഏപ്പാട്ട് ചെയ്താലും, ചിലപ്പോൾ ഒക്കെ 3, 4 ഒക്കെ ഏപ്പാട്ട് ചെയ്യാനായിട്ട് പിള്ളേരോട് പറയാറുണ്ട്. അപ്പം 3, 4 ഏപ്പാട്ട് ചെയ്താലും നിങ്ങൾ ആ ഏപ്പാട്ട് കൃത്യമായിട്ട് എഴുതി വെച്ച് അത് അന്നത്തെ ദിവസം തന്നെ ബൈഹാർട്ടായിട്ട് കിടക്കണം. ഒത്തിരിയൊന്നും വാക്കുകളൊന്നും നമുക്ക് കിട്ടാതെ പോകില്ലല്ലോ. എങ്ങനെ പോയാലും ഒരു 6 വാക്കൊക്കെ അല്ലേ ഏപ്പാട്ടിൽ നിന്ന് പോകുള്ളൂ. ഒരു 4 മെറ്റീരിയൽ ചെയ്യുന്നെങ്കിലും ഒരു 25 വേർഡ്സേ അന്ന് പഠിക്കാനുണ്ടാവുള്ളൂ. അത് പഠിച്ചിട്ട് കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിസണിങ് ഈസി ആകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.